റസൂല് മദീനത്തേക്ക് വന്ന കാലത്ത് ജൂതന്മാരുടെ ഇടയിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു, സാഫി ഇബ്ന് സയ്യാദ്. ഒരുപാട് ദുരൂഹതകളുള്ള ആളുകൾ മദീനക്കാരടുത്തേക്ക് വരാൻ പേടിച്ചിരുന്ന, സഹാബാക്കളടക്കം ഭയന്നിരുന്ന ഒരു കുട്ടി ഇബ്ന് സയ്യാദ്. ആളുകൾ വിചാരിച്ചിരുന്നത് ഇബ്ന് സയ്യാദ് ദജ്ജാലായിരുന്നു എന്നാണ്. ഈ യഥാർത്ഥ ദജ്ജാൽ ആരാണെന്ന് ചോദിച്ചാൽ ഈ ലോകാവസാനത്തിൻ്റെ അടയാളമായി പറയപ്പെടുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്, ആൻറ്റി ക്രൈസ്റ്റ്. ആളുകളെ വഴിതെറ്റിക്കുന്ന, താൻ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന, അത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിവുള്ള ഒരു ഭീകര സത്വം. ഇവിടെ ഈ ഇബ്ന് സയ്യാദ് യഥാർത്ഥ ദജ്ജാലാണ് എന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് സ്വഹാബിമാർ പോലും ഇബ്ന് സയ്യാദ് ദജ്ജാലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ ആ ഒരു കൂട്ടത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. ഇയാൾ ദജ്ജാലാണ് എന്ന് വിചാരിക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇയാൾക്ക് ഭാവി പ്രവചിക്കാനും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇൽമുൽ ഗായിബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ ഉള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നാണ്. ഇയാൾ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ പറയുകയും ഇദ്ദേഹത്തിന് ജിന്നുകളുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നൊക്കെയാണ് മദീനക്കാർ വിചാരിച്ചിരുന്നത്. ഈ ഇബ്ന് സയ്യാദ് മദീനയിലെ ജൂതന്മാരുടെ ഇടയിലെ ഏതോ ഒരു കബീലയിൽപ്പെട്ട വ്യക്തിയാണ്. പരിശുദ്ധ പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോൾ ഇബ്ന് സയ്യാദിന് ഏതാണ്ട് 13 വയസ്സാണ്. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഏതാണ്ട് 23-24 വയസ്സ് ഉണ്ടാകും. ഇയാളെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയപ്പെടുന്നില്ല. റസൂല് മദീനത്തെത്തിയപ്പോൾ ഇയാളെക്കുറിച്ച് അറിയുകയും ഇയാൾക്ക് ജിന്നുകളുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്, ഇയാൾക്ക് ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നുള്ളതൊക്കെ അറിയുകയാണ്. അങ്ങനെ റസൂൽ ഇത് അറിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം റസൂൽ ഈ കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ്. കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. ഈ കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ അങ്ങനെ മൈതാനത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂല് ഈ കുട്ടിയുടെ പുറകിലൂടെ, ഇബ്ന് സയ്യാദ് കാണാതെ പുറകിലൂടെ അങ്ങോട്ട് നടന്ന് ചെല്ലുകയാണ്. റസൂൽ അങ്ങനെ പുറകിലൂടെ ഇബ്ന് സയ്യാദിൻ്റെ അടുത്തെത്തി. ഇബ്ന് സയ്യാദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഇബ്ന് സയ്യാദ് മറുപടി പറഞ്ഞു, നീ നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞു. അറിവില്ലാത്ത ആളുകൾക്ക് നീ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. തിരിച്ച് ഇബ്ന് സയ്യാദ് പിന്നെ റസൂലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ റസൂലാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് റസൂൽ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ, നിനക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്ന് സയ്യാദ് പറഞ്ഞു, ഞാൻ 2 ആളുകളെ കാണുന്നു. അതിലൊരുവൻ സത്യം പറയുന്നവനും മറ്റേ ആൾ കള്ളം പറയുന്നവനുമാണ് എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അതങ്ങനെയല്ല, അവർ 2 പേരും കള്ളം പറയുന്നവരാണ് എന്ന് പറഞ്ഞു. പിന്നീട് റസൂൽ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇബ്ന് ഖത്താബിനോട് ഒരു കാര്യം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടെങ്കിൽ, നിനക്ക് മറഞ്ഞു നിൽക്കുന്നത് അറിയാനുള്ള കഴിവുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനുമായിട്ട് അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ് ദുഖാൻ സൂറത്തിൻ്റെ ഒരു വരി, ഒരു വാക്യം റസൂല് ഓതി കേൾപ്പിക്കുന്നുണ്ട്. ബി ദുഖാനിൻ മുബീൻ എന്ന് അവസാനിക്കുന്ന ആ ഒരു വരി പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഇബ്ന് സയ്യാദിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇബ്ന് ഖത്താബിനോട് ഒരു വരി, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് എന്താണെന്ന് നിനക്കറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ഉടനെ ഇബ്ന് സയ്യാദ് ദുഹ് ദുഹ് എന്ന് പറയും, ദുഖാൻ എന്ന് പറയാണ്ട് ദുഹ് ദുഹ് എന്ന് പറഞ്ഞു. അതോടുകൂടി റസൂൽ പെട്ടെന്ന് പറഞ്ഞു, നീ മിണ്ടിപ്പോകരുത്. ദേഷ്യത്തിലുള്ളൊരു പ്രയോഗമാണ്, നീ മിണ്ടിപ്പോകരുത്, അതിനപ്പുറത്തേക്ക് നിനക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞ് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന പോക്കിൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ അവനെ അങ്ങ് തീർത്ത് കളയട്ടെ, ഞാൻ അവനെ അങ്ങ് കൊന്നു കളയട്ടെ, അവൻ ദജ്ജാലാണ്, അവൻ കൊല ചെയ്യപ്പെടണം, ഞാൻ അവനെ കൊന്നു കളയട്ടെ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, അവൻ ദജ്ജാലാണെങ്കിൽ
നിനക്കവനെ കൊല്ലാൻ കഴിയില്ല. അതല്ല, അവൻ ദജ്ജാൽ അല്ലെങ്കിൽ പിന്നീട് അവനെ കൊല്ലേണ്ട കാര്യമില്ല. അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ഒരു സംഭവം. പിന്നീട് വേറൊരു പ്രാവശ്യം ഇതുപോലെ റസൂലും മറ്റൊരു സ്വഹാബിയും കൂടെ ഈ ഇബ്നു സയ്യാദ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇബ്നു സയ്യാദ് ആ സമയത്ത് അവിടെ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. റസൂല് അവിടെ ഉണ്ടായിരുന്ന ഒരു ഈന്തപ്പനയുടെ പുറകിൽ നിന്നിട്ട് ഇബ്നു സയ്യാദിനെ ഇങ്ങനെ വീക്ഷിച്ചു. ആ സമയത്ത് ഇബ്നു സയ്യാദിൻ്റെ ഉമ്മ അകത്തുനിന്ന് റസൂലിനെ കണ്ടു. പറഞ്ഞു, യാ സാഫി, യാ സാഫ് എന്ന് വിളിച്ചു. സാഫി എന്നുള്ളത് ചുരുക്കി വിളിക്കുന്നതാണ്. സാഫ് എന്ന് വിളിച്ചു. മുഹമ്മദ് വന്നത് നീ കണ്ടില്ലേ, മുഹമ്മദിനെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇബ്നു സയ്യാദ് എഴുന്നേറ്റിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ദുഖാൻ സംഭവം ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. റസൂല് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇബ്നു സയ്യാദ് പറഞ്ഞു, ഞാനൊരു ജലനിരപ്പിൻ്റെ മേൽ ഒരു സിംഹാസനം ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. റസൂല് പറഞ്ഞു, അത് ഇബ്ലീസിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള കുറഞ്ഞ സംഭവങ്ങൾ മാത്രമാണ് ഈ ഇബ്നു സയ്യാദിനെ കുറിച്ച് പറയുന്നുള്ളൂ. എന്തായാലും ഇയാൾ റസൂലിൻ്റെ കാലത്തും അതിനുശേഷവും മദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വഹാബിമാർ ഇയാൾ ദജ്ജാൽ തന്നെയാണ് എന്ന് അള്ളാഹുവിനെ തൊട്ട് സത്യം വരെ ചെയ്യുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബിൻ്റെ ആ ഒരു കുടുംബം മുഴുവൻ, അഫ്സ ഉമ്മ അടക്കം, ജാബിർ ബിൻ അബ്ദുല്ലാ ബിൻ ഉമറൊക്കെ ആണയിട്ട് പറയുന്നുണ്ട് ഇബ്നു സയ്യാദ് ദജ്ജാൽ തന്നെയാണ് എന്ന്. ഒരിക്കൽ ഇബ്നു ഉമറുമായിട്ടൊരു സംഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാ ബിൻ ഉമറും ഈ ഇബ്നു സയ്യാദും കൂടെ ഒരു വാക്ക് തർക്കത്തിൽ പുറത്തു വെച്ചിട്ട് എന്തോ ഒരു സംഭവം പറഞ്ഞ് അങ്ങനെ വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇബ്നു സയ്യാദ് അങ്ങനെ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സംഭവം നാട്ടിലൊക്കെ പാട്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വിഷയം അങ്ങനെ അഫ്സ ഉമ്മയുടെ അടുത്ത്, അതായത് അബ്ദുല്ലാ ബിൻ ഉമറിൻ്റെ സഹോദരിയാണ്, അഫ്സ ബീവിയുടെ അടുത്ത് എത്തിയപ്പോൾ അഫ്സ ബീവി അബ്ദുല്ലാ ബിൻ ഉമറിനെ വിളിപ്പിച്ചു. പറഞ്ഞു, നീ എന്തിനാണ് അവനുമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? നീ അവൻ്റെ പാട്ടിന് വിട്. അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യം നിനക്ക് ഉണ്ടായിരുന്നില്ല. നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. മാത്രമല്ല, റസൂല് പറഞ്ഞതായിട്ട് നിനക്കറിയില്ലേ, ദജ്ജാൽ അവൻ്റെ സ്വരൂപം കാണിക്കുന്നത് അവൻ ദേഷ്യപ്പെടുന്നതോടു കൂടിയായിരിക്കും എന്ന് പറഞ്ഞത് നിനക്കറിയില്ലേ? ഇത് ദജ്ജാലിനെ കുറിച്ചുള്ളൊരു പരാമർശമാണ്. അതുവരെ സാധാരണഗതിയിൽ ജീവിക്കുകയും ഒരു പ്രാവശ്യം ദേഷ്യപ്പെടുന്നതോടുകൂടി അങ്ങനെ ദജ്ജാലായി മാറുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഹഫ്സ ഉമ്മയും ആ ഒരു നിലക്ക് ഇബ്നു സയ്യാദിനെ ദജ്ജാലായി കണക്കാക്കിയിരുന്നു എന്നാണ്. ഇബ്നു സയ്യാദിനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകൾ മദീനയിൽ വേറെയും ഉണ്ടായിരുന്നു. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കുറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അബൂ സയ്യിദ് അൽ ഖുദ്രി പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കലൊരു യാത്രാ സംഘം ഒരു ഹജ്ജിനോ ഉംറക്കോ എന്തിനോ വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെട്ട് പോവുകയാണ്. ആ കൂട്ടത്തിൽ ഇബ്നു സയ്യാദും ഉൾപ്പെടുന്നുണ്ട്. ഇത് അബൂ സയ്യിദ് അൽ ഖുദ്രി വിവരിക്കുന്നതാണ്. ഈ യാത്രാ സംഘം മക്കയിലെത്തുന്നതിന് മുമ്പ് വിശ്രമിക്കാൻ വേണ്ടി എവിടെയോ അങ്ങനെ നിർത്തുന്നുണ്ട്. ഈ കൂട്ടരങ്ങനെ നിർത്തിയപ്പോൾ എല്ലാവരും അവരുടെ പാണ്ടക്കെട്ടും മറ്റുമൊക്കെ എടുത്തിട്ട് ഈ ഇബ്നു സയ്യാദിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് അങ്ങനെ മാറി മാറി പോയി. ഇബ്നു സയ്യാദിനെ അവിടെ വിട്ടിട്ട് എല്ലാവരും വേറെ വേറെ മാറിപ്പോയി. ഇബ്നു സയ്യാദിൻ്റെ 4 അയലത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല. അബൂ സയ്യിദ് അവിടെ ഒറ്റക്കായി. ഇബ്നു സയ്യാദ് നോക്കിയപ്പോൾ വേറെ ആരുമില്ല, അബൂ സയ്യിദ് മാത്രമാണുള്ളത്. അങ്ങനെ ഇബ്നു സയ്യാദ് അബൂ സയ്യിദിൻ്റെ അടുത്തേക്ക് വരികയാണ്. അബൂ സയ്യിദ് ഭയക്കാൻ തുടങ്ങി. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഇബ്നു സയ്യാദിനെ കുറിച്ച് നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്നു സയ്യാദ് തൻ്റെ പാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് നേരെ അബൂ സയ്യിദിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്നു. അബൂ സയ്യിദിന് പേടിയായി. പറഞ്ഞു, നിനക്ക് ആ മരത്തണലിൽ പോയിട്ട് ഇരുന്നൂടെ? അവിടെ ആവുമ്പോൾ നിനക്കൊന്നും കൂടെ ഒരു സുഖം ഉണ്ടാവും, ഉറങ്ങാൻ പറ്റും, വിശ്രമിക്കാൻ പറ്റും, നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇബ്നു സയ്യാദിന് ഈ സംഭവമൊക്കെ അറിയാം. അയാളെ കാണുന്നത് ആളുകൾ ഏത് രീതിയിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇബ്നു സയ്യാദിനറിയാം. ഒന്നും മിണ്ടാതെ പാണ്ടക്കെട്ടൊക്കെ എടുത്ത് നേരെ ആ ഒരു മരത്തണലിലേക്ക് മാറി അങ്ങനെ അവിടെ പോയി ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ യാത്രക്കാർക്ക് കഴിക്കാൻ കുറച്ച് മാംസം കൊണ്ട് വരപ്പെട്ടു. അത് നേരെ അബൂ സയ്യിദിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇത് കണ്ടപ്പോൾ ഇബ്നു സയ്യാദ് നേരെ എഴുന്നേറ്റിട്ട് അബൂ സയ്യിദിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ അബൂ സയ്യിദിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരിപ്പുറപ്പിച്ചു. കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ കുറച്ച് ചൂടുള്ള പാലുണ്ടായിരുന്നു. അത് അബൂ സയ്യിദിൻ്റെ നേർക്ക് നീട്ടി പറഞ്ഞു, ഇത് കുറച്ച് പാലാണ്, നീ കഴിച്ചോളൂ, ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അബൂ സയ്യിദിൻ്റെ നേർക്ക് നീട്ടി.
അബൂ സയ്യിദ് പറഞ്ഞു, ഇത് ചൂട് പാലല്ലേ, എനിക്ക് ചൂടുള്ള പാല് ഇഷ്ടമല്ല, ഞാൻ കുടിക്കാറില്ല, ചൂടുള്ള പാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അബൂ സയ്യിദ് അൽ ഖുദ്രി പറയുന്നത്, ഞാനത് വേടിക്കാതിരുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, കാരണം അവൻ തൊട്ട ആ സാധനം ഞാൻ തൊടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയാണ്. ആ ഒരു മാനസിക അവസ്ഥ നോക്കണം. പാല് എന്നൊക്കെ പറഞ്ഞാൽ അക്കാലത്ത് ആഡംബര പാനീയങ്ങൾപ്പെട്ട ഒന്നാണ്. അതാണ് അബൂ സയ്യിദ് അൽ ഖുദ്രി വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഇബ്നു സയ്യാദിന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. പറഞ്ഞു, യാ അബാ സയ്യിദ്, ഞാനൊരു കയറെടുത്തിട്ട് ആ കാണുന്ന മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം അത്തരത്തിലാണ് ആളുകൾ എന്നെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. ഈ ജീവിതം എനിക്ക് മടുത്തു എന്ന് പറയില്ലേ, അത്തരത്തിൽ ആളുകളുടെ അവഗണന അതിൽ മനം നൊന്തുകൊണ്ട് പറയാണ്, ഞാനൊരു കയറെടുത്ത മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്താലോ എന്ന് വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു സയ്യാദ് പറഞ്ഞു, യാ അബാ സയ്യിദ്, നീ അൻസാരികളിൽപ്പെട്ട വ്യക്തിയല്ലേ, റസൂലിൻ്റെ ഹദീസുകൾ ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിയല്ലേ, ദജ്ജാലിനെക്കുറിച്ച് റസൂല് എന്താണ് പറഞ്ഞത് എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഇബ്നു സയ്യാദ് ചോദിച്ചു, റസൂല് ദജ്ജാലിനെക്കുറിച്ച് പറഞ്ഞത് ദജ്ജാൽ ഒരു കാഫിറാണ് എന്നാണ്, ഞാനൊരു മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു. മാത്രമല്ല, ദജ്ജാലിനെക്കുറിച്ച് റസൂല് പറയുന്നത് ദജ്ജാലിന് അനന്തരാവകാശികളോ കുട്ടികളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ്, ദജ്ജാലിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നാണ്. ഇബ്നു സയ്യാദ് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെ മദീനത്ത് വിട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് ഇബ്നു സയ്യാദ് പറഞ്ഞു, ദജ്ജാലിന് മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കാൻ കഴിയില്ല എന്ന് റസൂൽ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഒരു അടയാളം അതാണ്, ദജ്ജാലിന് മക്കയിലേക്കോ മദീനത്തേക്കോ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ്. ഇബ്നു സയ്യാദ് പറഞ്ഞു, ഞാൻ വരുന്നത് മദീനത്ത് നിന്നാണ്, ഞാനിനി പോകുന്നത് മക്കയിലേക്കാണ്. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഇബ്നു സയ്യാദ് താൻ ദജ്ജാലല്ല എന്നുള്ളത് സ്വയം സമർത്ഥിക്കാൻ തുടങ്ങി. അബൂ സയ്യിദിന് അങ്ങനെ ഇത് കേട്ടിട്ട് വിഷമായി. ജനങ്ങൾ അയാളെ ആട്ടി അകറ്റുകയാണ് എന്നുള്ള രീതിയിലൊരു അയ്യോ പാവം ഫീല് ഉണ്ടായി. പക്ഷേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു സയ്യാദ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. യാ അബാ സയ്യിദ്, വല്ലാഹി യഥാർത്ഥ ദജ്ജാല് അവൻ ആരാണെന്നും അവൻ എവിടെയാണെന്നും അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞു. ഇത് കേട്ടോട് കൂടിയിട്ട് അബൂ സയ്യിദിൻ്റെ വിധം മാറി. കാരണം ദജ്ജാലിനെ കുറിച്ച് ഇയാൾക്ക് എങ്ങനെ അറിയാം എന്നുള്ള ചിന്ത പോയി. നിന്നെ അള്ളാഹു ശപിക്കട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. നിൻ്റെ ചെയ്തികൾക്ക് അള്ളാഹുവിൻ്റെ ശാപം നിൻ്റെ മേലുണ്ടാകട്ടെ എന്നും പറഞ്ഞ് അബൂ സയ്യിദ് അൽ ഖുദ്രി അവിടുന്ന് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇക്കോലത്തിൽ ഇബ്നു സയ്യാദ് കുറേ നാളങ്ങനെ മദീനത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. ആളുകളൊന്നും അടുപ്പിക്കാതെ, കൂടുതൽ കൂട്ടുകെട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്. ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഇയാൾ മരിച്ചോ ജീവിച്ചോ എങ്ങോട്ടേക്കെങ്കിലും പോയോ ഒന്നും അറിയില്ല. ഇയാൾ അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുന്നത്. ഈ വാക്യത്തിൽ ഹറ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അയാൾ അപ്രത്യക്ഷമായി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം പിന്നെ അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല. ഇദ്ദേഹം ഒരു സ്വഹാബിയല്ല. കാരണം റസൂലിൻ്റെ ഹയാത്ത് കാലത്ത് ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ മുസ്ലിമായിരിക്കെ റസൂലുമായിട്ട് നേരിട്ട് സംവദിച്ചിരിക്കണം, ബന്ധപ്പെട്ടിരിക്കണം, നേരിട്ട് സംവദിച്ചിരിക്കണം. ആലിമീങ്ങൾ സ്വഹാബിക്ക് കൊടുക്കുന്ന നിർവചനമാണ്. പത്രത്തിൽ ഇദ്ദേഹം ഒരു സ്വഹാബിയല്ല, താബിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ, ഇദ്ദേഹത്തിന് 8-10 മക്കളുണ്ട്. അതിലൊരു മകൻ അമാറ ഇബ്നു സാഫി ഇബ്നു സയ്യാദ്, ഇദ്ദേഹം പിൽക്കാലത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനും ഒരു മുഹദ്ദിസും ഒക്കെ ആയി മാറുന്നുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനായി മാറുന്നുണ്ട് ഇബ്നു സയ്യാദിൻ്റെ ഒരു മകൻ. മാലിക് ഇമാമിൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ് ഇദ്ദേഹം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇദ്ദേഹം മാലിക് ഇമാമിൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുവത്ത അടക്കമുള്ള പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. ഹദീസ് വിവരിച്ചവരുടെ ആ ഒരു പരമ്പരയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. അമാറ ഇബ്നു സാഫി ഇബ്നു സയ്യാദ്. അങ്ങനെ